ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 6-ാമത്തെ പാഠം അദ്ദർസു സാദിസു വജഅൽനാ നൗമക്കും സുബാത്ത. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉറക്കിനെ നാം വിശ്രമമാക്കി. വജഅൽനാ നൗമക്കും സുബാത്ത എന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. അതിൻ്റെ അർത്ഥമാണിത്. ഈ പാഠത്തിൽ ഉറങ്ങുന്നതിന് മുമ്പുള്ള സുന്നത്തുകളെക്കുറിച്ചും ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലാനുള്ള ദിക്റുകളെക്കുറിച്ചും ഉറങ്ങി എണീറ്റാൽ ചൊല്ലുന്ന ദിക്റിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പാഠം വായിക്കാം. ഉറങ്ങാൻ സമയമായി. ഉറങ്ങുന്നതിന് മുമ്പുള്ള സുന്നത്തുകൾ. കഴിഞ്ഞ ദിവസം മദ്രസയിൽ നിന്ന് പഠിച്ചത് ലബീബക്ക് ഓർമ്മ വന്നു. അവൾ ബ്രഷ് ചെയ്തു, വുളു ചെയ്തു, വിരിപ്പിനടുത്തെത്തി അതെടുത്തു കുടഞ്ഞു ഭംഗിയായി വിരിച്ചു. ഉറങ്ങുന്നതിന് മുമ്പുള്ള സുന്നത്തുകളെക്കുറിച്ച് ലബീബ എന്ന് പറയുന്ന കുട്ടിക്ക് ഓർമ്മ വന്നു. മദ്രസയിൽ പഠിച്ചത് ഓർമ്മ വന്നു. ലബീബ ബ്രഷ് ചെയ്തു, വുളു ചെയ്തു, വിരിപ്പിനടുത്തെത്തി വിരിപ്പെടുത്ത് കുടഞ്ഞു വിരിച്ചു. ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ബ്രഷ് ചെയ്യണം, വുളു ചെയ്യണം, വിരിപ്പെടുത്ത് കുടഞ്ഞു വിരിക്കണം. വല്ല ഇഴജന്തുക്കളും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് വിരിപ്പ് കുടയുന്നത്. ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി 2 കൈകളിൽ ഊതി ശരീരം മുഴുവൻ തടവി ആയത്തുൽ കുർസി, ഷഹീദല്ലാഹു, ആമന റസൂലു എന്നിവ പാരായണം ചെയ്തു. ഇഖ്ലാസ് സൂറത്ത്, കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത്, മുഅവ്വിദത്തൈനി, കുൽ ഔദു ബിറബ്ബിൽ ഫലക്ക്, കുൽ ഔദു ബിറബ്ബിൻ നാസ്, ഈ സൂറത്തുകളെല്ലാം ഓതി 2 കൈകളിൽ ഊതിയ ശേഷം ശരീരം മുഴുവനും തടവി. അതിനുശേഷം ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ എന്ന് തുടങ്ങുന്ന ആയത്ത്, ഷഹിദല്ലാഹു എന്ന് തുടങ്ങുന്ന ആയത്ത്, ആമന റസൂലു ബിമാ ഉൻസില എന്ന് തുടങ്ങുന്ന ആയത്ത് ഇവ പാരായണം ചെയ്തു. ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വാമൂത്തു എന്ന് ചൊല്ലി കിബിലയിലേക്ക് തിരിഞ്ഞ് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലതു കവിളിന് താഴെ കൈവച്ച് കിടന്നു. ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വാമൂത്തു ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്റാണ്. ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വാമൂത്തു എന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവിളിന് താഴെ കൈവച്ച് കിടന്നു. അങ്ങനെയാണ് കിടക്കേണ്ടത്. ശേഷം ബിസ്മിക് റബ്ബി വല്ലത്തു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വൈൻ അർസൽതഹ ഫഫലുഹ ബിമാ തഫലു ബിഹി ഇബാദക സ്വാലിഹീൻ എന്ന് ചൊല്ലി. ലബീബക്ക് ഉറക്കം വരുന്നില്ല, പല്ല് വേദനിക്കുന്നു, വേദന കൂടി വരുന്നുണ്ട്. അപ്പോഴാണ് ഉറക്കമെന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഉസ്താദ് എടുത്ത ക്ലാസ് അവൾക്ക് ഓർമ്മ വന്നത്. ലബീബ ഉറങ്ങാൻ കിടന്നു. ദിക്റുകളെല്ലാം ചൊല്ലി അവൾ ഉറങ്ങാൻ കിടന്നു. പക്ഷേ അവൾക്ക് ഉറക്കം വരുന്നില്ല. അപ്പോഴാണ് അവൾ ഉസ്താദ് എടുത്ത ക്ലാസ് ഉറക്കമെന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഉസ്താദ് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത്. ഉറക്കം അല്ലാഹു തആലയുടെ വലിയ അനുഗ്രഹമാണ്. അതില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. അല്ലാഹു തആല നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ് ഉറക്കം. അത് ഉറക്കമില്ലെങ്കിൽ അത് വലിയ പ്രയാസമാണ്. ആരോഗ്യകരമായ ഉറക്കം, നല്ല രീതിയിലുള്ള ഉറക്കം നമുക്ക് ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്ന പതിവുള്ളവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ തന്നെ നമ്മളെല്ലാവരും ചെയ്യണം. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇശാഇന് ശേഷം അനാവശ്യ സംസാരങ്ങളിൽ മുഴുകുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. മൊബൈൽ ഫോൺ, TV, അനാവശ്യ സംസാരം പോലെയുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കം ഇളക്കരുത്. അത് ആരോഗ്യത്തെയും ബുദ്ധിയെയും മോശമായി ബാധിക്കും. മാത്രമല്ല കറാഹത്തുമാണ്. മൊബൈൽ ഫോണും TV ഒക്കെ കണ്ട് ഒരുപാട് നേരം ഇരുന്ന് ഉറക്കം ഇളച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തെ മോശമായി ബാധിക്കുകയും ചെയ്യും. മാത്രവുമല്ല കറാഹത്തുമാണ്. കറാഹത്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉമ്മ, പല്ല് വേദനിക്കുന്നു, ഉറക്കം വരുന്നില്ല, അവൾ പറഞ്ഞു. അവൾ ഉമ്മയെ വിളിച്ച് പറഞ്ഞു. ഉമ്മ അല്പം സംസം വെള്ളം എടുത്തു കൊടുത്തു. ലബീബ അത് കുടിച്ചു. വേദന അല്പം ശമിച്ചു. അവൾക്ക് ഉറക്കം വന്നു തുടങ്ങി.
ഉമ്മ വന്ന് അല്പം സംസം വെള്ളം എടുത്തു കൊടുത്തു. അവൾ അത് കുടിച്ചു. വേദന ശമിച്ചു. അവൾക്ക് ഉറക്കം വന്നു. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സംസം എന്തുദ്ദേശം വെച്ചാണോ കുടിക്കുന്നത് അത് അതിനുള്ളതാണ്. അവൾ പല്ലുവേദന മാറാൻ വേണ്ടി കുടിച്ചപ്പോൾ അവളുടെ പല്ലുവേദന മാറി. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ. ഉമ്മ ദിക്ർ ചൊല്ലുന്നത് കേട്ട് ലബീബ് ഉണർന്നു. ലബീബയും ദിക്ർ ചൊല്ലി. എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്റാണ്, ഉറക്കൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്റാണിത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ. ഉമ്മയും ലബീബയും തഹജ്ജുദ് നിസ്കരിച്ചു. സുബ്ഹ് വരെ ഖുർആൻ ഓതി. അവർ നേരത്തെയായിരുന്നു ഉണർന്നിരുന്നത്. തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടിയാണ് ഉണർന്നിരുന്നത്. അവർ തഹജ്ജുദ് നിസ്കരിച്ചു. തഹജ്ജുദ് എന്നാൽ ഇശായിന് ശേഷം കുറച്ച് സമയം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് സുബഹിന് മുമ്പായി നിസ്കരിക്കുന്ന മഹത്തായ ഒരു സുന്നത്ത് നിസ്കാരമാണ്. വളരെയേറെ പ്രതിഫലമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. ഈ രാത്രിയിൽ നിസ്കരിക്കുന്ന ഈ തഹജ്ജുദ് നിസ്കാരത്തിന് അതിനുശേഷം അവർ സുബ്ഹ് വരെ ഖുർആൻ ഓതി. ലാ തനം ഇല്ലാ ബിതുഹ്രിൻ വദിക്റിൻ. ശുദ്ധിയും ദിക്റുമില്ലാതെ നീ ഉറങ്ങരുത്. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് നോക്കാം. 1. നഖ്റഉ വ നഫ്ഹം. വായിക്കുക, മനസ്സിലാക്കുക. ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. മുഅവ്വിദത്തൈനി, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്. ആ 2 സൂറത്തുകളാണ് മുഅവ്വിദത്തൈനി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. സംസം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് ഉറവയെടുത്ത പുണ്യജലം. സംസം എന്ന് പറഞ്ഞാൽ പുണ്യജലമാണ്, മക്കത്തുള്ള പുണ്യജലമാണ്. തഹജ്ജുദ്, ഇശായിനു ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിന് മുമ്പ് നിസ്കരിക്കുന്ന മഹത്തായ സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ്. ഏറെ പ്രതിഫലമുള്ള സുന്നത്ത് നിസ്കാരമാണ്. നൗമുൻ, ഉറക്കം, നിഅമത്തുൻ, അനുഗ്രഹം. ആയത്തുൽ കുർസി, ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത്. സൂറത്തുൽ ബഖറയിലെ 255 ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ് ആയത്തുൽ കുർസിയുടെ തുടക്കം. ഇനി നമുക്ക് ബാക്കി നിങ്ങൾ ഖുർആനിൽ നോക്കിയിട്ട് അത് ഓതുക. 2. നഫ്ഹമുൽ മാന, അർത്ഥം. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹു തആലക്കാണ്. ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വമൂതു. അല്ലാഹുവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും, ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നു എന്നാണ് ജീവിക്കുകയും മരിക്കുകയും എന്നുള്ളതിൻ്റെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ. മരിപ്പിച്ചതിന് ശേഷം നമ്മെ ജീവിപ്പിച്ച, അതായത് ഉറങ്ങിയതിന് ശേഷം ഉണർത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവനിലേക്കാണ് മടക്കം. അത് ഉറങ്ങി എണീറ്റാലുള്ള ദിക്ർ. വജൽന നൗമക്കും സുബാത്ത. നിങ്ങളുടെ ഉറക്കിനെ നാം വിശ്രമമാക്കി. ഖുർആനിലെ ഒരായത്താണത്. 3. നസ്ലു, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ആയത്തുൽ കുർസി, ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വമൂതു, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന. അതിന് ചേരുന്നത് മറ്റേ കോളത്തിൽ നിന്ന് എടുത്തെഴുതുക. ഇഖ്ലാസ് പറഞ്ഞ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, മുഅവ്വിദത്തൈനി സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്. ആയത്തുൽ കുർസി ഖുർആനിലെ മഹത്തായ ആയത്ത്. സൂറത്തുൽ ബഖറയിലെ 255 ആയത്ത്. ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വമൂതു, അതിന് നേർക്ക് ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്ർ എന്ന് എഴുതുക. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന, ഉണരുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. അത് ഇതിൻ്റെ നേർക്ക് എടുത്തെഴുതാം. 4. നുജിബു, ലബീബയുടെ പല്ലുവേദന മാറിയതെങ്ങനെ? ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ സംസം വെള്ളം കുടിച്ചപ്പോൾ എന്നാണ് ആൻസർ. സംസം വെള്ളം കുടിച്ചപ്പോഴാണ് ലബീബയുടെ പല്ലുവേദന മാറിയത്. 2. ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യണം? അതിൻ്റെ ഉത്തരം ബ്രഷ് ചെയ്യുക, വുളു ചെയ്യുക, വിരിപ്പ് കുടഞ്ഞു വിരിക്കുക, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഓതി, കൈകൾ ഊതി, ശരീരം മുഴുവൻ തടവുക, ആയത്തുൽ കുർസി, ഷഹിദല്ലാഹു ആമന റസൂലു എന്നിവ പാരായണം ചെയ്യുക,
ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വഅമൂത്തു എന്ന് ചൊല്ലി കിബിലയിലേക്ക് തിരിഞ്ഞ് കിടക്കുക. വലതുഭാഗത്തേക്ക് ചരിഞ്ഞ് വലതു കവിളിന് താഴെ കൈവച്ച് കിടക്കുക. ഇനി ഒരു ദിക്റും കൂടി ഉണ്ട്, അതും കൂടെ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ എഴുതുക. ബിസ്മിക റബ്ബി വലതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഫളുഹ ബിമാ തഅഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. അതുവരെ എഴുതണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കിടക്കുന്നതിന് മുമ്പ് വിരിപ്പ് തട്ടിക്കുടയുന്നത് എന്തിന്? അതിൻ്റെ ഉത്തരം, വിരിപ്പിൽ പ്രാണിയോ ഇഴജന്തുക്കളോ ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ കയറാതിരിക്കാൻ. 4. ഉറങ്ങുന്നവൻ എങ്ങനെയാണ് കിടക്കേണ്ടത്? അതിൻ്റെ ഉത്തരം, കിബിലയിലേക്ക് തിരിഞ്ഞ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലതു കവിളിന് താഴെ കൈവച്ച് കിടക്കുക. 5. ഉറക്കുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? അതിൻ്റെ ഉത്തരം, ഉറക്കം അല്ലാഹുതആലയുടെ വലിയ അനുഗ്രഹമാണ്. ആരോഗ്യകരമായ ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. 6. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോൾ? ഇശായിനു ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിനു മുമ്പ് നിസ്കരിക്കുന്ന മഹത്തായ സുന്നത്ത് നിസ്കാരം. ഇശായിനു ശേഷം ഉറങ്ങി എഴുന്നേറ്റ് സുബ്ഹിനു മുമ്പ് തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇശാ നിസ്കാരത്തിനു ശേഷം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാം? മൊബൈൽ ഫോൺ, TV, അനാവശ്യ സംസാരം പോലെയുള്ള വിനോദങ്ങളിൽ മുഴുകി ഉറക്കമിളക്കൽ കറാഹത്താണ്. 5. നെക്ക് തഷീഫ്, മുസ്ഹഫ് നോക്കി കണ്ടെത്തുക. മുസ്ഹഫിൽ നോക്കിയിട്ട് ഈ തന്നിരിക്കുന്ന സൂറത്തുകളും ആയത്തുകളും എവിടെയാണെന്ന് കണ്ടെത്തുക. 1ാമത്തെ സൂറത്തുൽ ഇഖ്ലാസ്, 112ാമത്തെ സൂറത്ത്, 112ാമത്തെ പരിശുദ്ധ ഖുർആനിലെ 112ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അടുത്തത് സൂറത്തുൽ ഫലക്ക്, 113ാമത്തെ സൂറത്ത്. അടുത്തത് സൂറത്തുൻ നാസ്, ഖുർആനിലെ 114ാമത്തെ സൂറത്ത്. അടുത്തത് ആയത്തുൽ കുർസി, 2ാമത്തെ സൂറത്ത്, സൂറത്തുൽ ബക്കറയിലെ 255ാമത്തെ ആയത്ത്. ആയത്തുൽ കുർസി 2ാം സൂറത്ത്, ബക്കറയിലെ 255ാമത്തെ ആയത്ത്. ആമന റസൂലു 2ാം സൂറത്ത്, ബക്കറയിലെ 285ാമത്തെ ആയത്ത്. 285. ഷഹിദല്ലാഹു 3ാം സൂറത്ത്, ആലിംറാനിലെ 18ാമത്തെ ആയത്ത്. ഷഹിദല്ലാഹു എന്ന് തുടങ്ങുന്ന 18ാമത്തെ ആയത്ത്. വജഅൽന നൗമക്കും സുബാത്ത, 78ാമത്തെ സൂറത്ത്, സൂറത്തുൻ നബയിലെ 9ാമത്തെ ആയത്താണ് വജഅൽന നൗമക്കും സുബാത്ത. അടുത്തത് 6ാമത്തെ നക്തുബ്, എഴുതുക. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റ്, ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വഅമൂത്തു. ഉണരുമ്പോഴുള്ള ദിക്റ്, അൽഹംദുലില്ലാഹില്ലദി അഹിയാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ. അടുത്തത് 7ാമത്തെ തഖ്സീസ്, അസൈൻമെൻ്റാണ്. ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്ന വിഷയത്തിൽ ഒരു ഖണ്ഡിക തയ്യാറാക്കുക. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള ആദ്യത്തെ പാരഗ്രാഫാണ് അത്. അതിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതാം. ബ്രഷ് ചെയ്യണം, വുളൂ ചെയ്യണം, വിരിപ്പെടുത്ത് കുടഞ്ഞ് വിരിക്കണം, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നീ സൂറത്തുകൾ ഓതി 2 കൈകളിൽ ഊതി ശരീരം മുഴുവൻ തടവുക, ആയത്തുൽ കുർസി, ഷഹിദല്ലാഹു, ആമൻ റസൂൽ എന്നിവ പാരായണം ചെയ്യുക, ബിസ്മിക്കല്ലാഹുമ്മ അഹിയ വഅമൂത്തു എന്ന് ചൊല്ലി കിബിലയിലേക്ക് തിരിഞ്ഞ് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് വലതു കവിളിന് താഴെ കൈവച്ച് കിടക്കുക. ശേഷം ബിസ്മിക റബ്ബി വലതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വൈൻ അർസൽതഹ ഫഫളുഹ ബിമാ തഅഫളു ബിഹി ഇബാദക സ്വാലിഹീൻ എന്ന് ചൊല്ലുക. അതുവരെ എഴുതിയിട്ട് ഒരു അസൈൻമെൻ്റ് ഒരു A4 ഷീറ്റിൽ അത് എഴുതിയെടുക്കുക. വൃത്തിയായിട്ട് ഇതിൽ നോക്കിയിട്ട് എഴുതിയെടുക്കുക. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ
സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കണേ.